രാഷ്ട്രീയ ബലാബലത്തിന് കളമൊരുക്കി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ ഇടതുപക്ഷവും തിരിച്ചുപിടിക്കാൻ UDFും രംഗത്ത്. മുൻ MLA PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി നിലമ്പൂർ വിധിയെഴുതും. അടിയൊഴുക്കുകളിൽ ഉലഞ്ഞ് നിലമ്പൂരിലെ രാഷ്ട്രീയ അന്തരീക്ഷം. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ ബലാബലം നിർണ്ണയിക്കാനുള്ള അന്തരീക്ഷം കൂടിയാണ് സംസ്ഥാനത്ത് രൂപം കൊണ്ടിരിക്കുന്നത്. LDFനും UDFനും നിലമ്പൂരിലേത് അഭിമാന പോരാട്ടം കൂടിയാണ്. കഴിഞ്ഞ 9 വർഷമായി തുടർച്ചയായി സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷം ഭരണ തുടർച്ചയുണ്ടാകുമെന്ന ആത്മവിശ്വാസവുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ പ്രോഗ്രസ് റിപ്പോർട്ടാക്കി ജനങ്ങളുമായി നേരിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമെത്തിയിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കുന്നതിനേക്കാളേറെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ട്രയൽ കൂടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു സവിശേഷത PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഇതെന്നതാണ്. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി ഇടതുപാളയത്തിലെത്തുകയും ഇടതു പിന്തുണയോടെ ജനപ്രതിനിധിയാവുകയും ചെയ്ത അൻവർ പിണറായിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒപ്പം ആഭ്യന്തര വകുപ്പിനെയും നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഇടതു ബന്ധം ഉപേക്ഷിച്ചത്. തുടർന്ന് പല പാർട്ടികളിലും ചേക്കേറാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും വിജയിച്ചില്ല. തുടർന്നാണ് UDFിൽ ചേരാൻ ശ്രമം നടത്തിയത്. അവിടെയും പച്ചക്കൊടി കിട്ടാതെ വന്നപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി അൻവർ മാറിയത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവറിന്റെ പിന്തുണ അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ അൻവറുമായി സഹകരിക്കാനാണ് UDFിന്റെ തീരുമാനം. CPM സ്വതന്ത്ര MLA PV അൻവറിന്റെ രാജിയാണ് ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത്. ജൂൺ 19 വോട്ടെടുപ്പ് നടത്തുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. വോട്ടെണ്ണൽ ജൂൺ 23 നടക്കും. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിജ്ഞാപനം ഉടനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ മാതൃകാ പെരുമാറ്റച്ചട്ടവും നിലവിൽ വന്നിട്ടുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം UDFന് അനുകൂലമാണ്. കാരണം പരമ്പരാഗത UDF കോട്ടയാണ് ഇവിടം. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അതികായനായ ആര്യാടൻ മുഹമ്മദ് 6 തവണയാണ് നിലമ്പൂരിലെ ജനപ്രതിനിധിയായത്. 2016 PV അൻവറിന് പിന്തുണ നൽകിയാണ് ഇടതുപക്ഷം നിലമ്പൂർ പിടിച്ചെടുത്തത്. 2021 ഇടതുപക്ഷം ആ വിജയം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ശത്രു കൂടിയായ PV അൻവർ പിന്തുണ നൽകുന്ന UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തേണ്ടത് ഇടതു മുന്നണിയുടെ അഭിമാന വിഷയം കൂടിയാണ്. താൻ രാജിവെച്ച സീറ്റിലേക്ക് നടക്കുന്ന പോരാട്ടത്തിൽ അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ അൻവർ ഏതറ്റം വരെ പോവുകയും ചെയ്യും. ആരാകും നിലമ്പൂരിലെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് UDF ക്യാമ്പുകളിൽ ചർച്ചകൾ സജീവമാവുകയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെയും VS ജോയിയുടെയും പേരുകൾക്കാണ് മുൻതൂക്കം. എന്നാൽ ആര്യാടൻ ഷൗക്കത്തുമായി ശക്തമായ രാഷ്ട്രീയ ഭിന്നത നിലനിൽക്കുന്ന അൻവറിന് ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിനോട് തെല്ലും താല്പര്യമില്ല. അതേസമയം മണ്ഡലത്തിൽ ശക്തമായ വേരോട്ടമുള്ള ഷൗക്കത്തിനെ പിണക്കാൻ UDF നേതൃത്വത്തിന് കഴിയുകയുമില്ല. മാത്രവുമല്ല, ഷൗക്കത്ത് പിണങ്ങിയാൽ വിമത സ്ഥാനാർത്ഥിയായി ഇടത് ക്യാമ്പിലെത്താനുള്ള സാധ്യതയും UDF നേതാക്കൾ വീക്ഷിക്കുന്നുണ്ട്. അതുണ്ടാകാതെ തടയാനുള്ള നീക്കങ്ങളും UDF നേതാക്കൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അധികാരം ഏറ്റെടുത്ത ശേഷം നടക്കുന്ന ആദ്യ പോരാട്ടമെന്ന സവിശേഷത കൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുണ്ട്. നിലമ്പൂരിന്റെ പഴയ ചരിത്രം UDFനൊപ്പമാണെങ്കിലും ഇപ്പോഴത്തെ അടിയൊഴുക്കുകൾ ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. ഉപതെരഞ്ഞെടുപ്പായതിനാൽ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഇനി നിലമ്പൂരിൽ കേന്ദ്രീകരിക്കും. മന്ത്രിമാരും മറ്റ് പ്രമുഖ നേതാക്കളും ഇനി നിലമ്പൂരിൽ എത്തും. കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രമുഖ നേതാക്കൾ അണിയറ നീക്കങ്ങളുമായി ഇതിനോടകം സജീവമായി കഴിഞ്ഞു. ഇരു മുന്നണികളുടെയും ഒപ്പം NDAയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകും. ഏവരും ആകാംക്ഷപൂർവ്വം ഉറ്റുനോക്കുന്ന ഇടമായി നിലമ്പൂർ ഇതിനോടകം മാറിക്കഴിഞ്ഞിരിക്കുകയുമാണ്.